നമസ്കാരം. നിപ്പ ലക്ഷണങ്ങളോടെ കോഴിക്കോട് 14-കാരനെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ആൺകുട്ടിയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കുട്ടിയുടെ സ്രവം അതിൻ്റെ സാമ്പിൾ ഇന്ന് പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് പരിശോധനയ്ക്ക് അയക്കും. പനി, ഛർദി ഉൾപ്പെടെ നിപ്പ ലക്ഷണങ്ങളോടെ വെള്ളിയാഴ്ച വൈകിട്ടാണ് കുട്ടിയെ മലപ്പുറത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചത്. പിന്നീട് കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ നിപ്പ എന്ന് സംശയം തോന്നിയതോടെയാണ് സ്രവം പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറയുന്നു. നിപ്പ ബാധ എന്ന് സംശയിക്കുന്ന സ്ഥലത്ത് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. നമുക്കറിയാം, കോഴിക്കോട്ടെ ജാനകിക്കാട് എന്ന ഫോറസ്റ്റിലെ വവ്വാലുകളിലാണ് ആദ്യമായി നിപ്പ വൈറസിൻ്റെ ഉറവിടം കണ്ടെത്തുന്നത്. പിന്നീട് നിപ്പയെ ചൊല്ലിയുള്ള ഭീതിയിൽ കേരള ജനത മുഴുകി. നിപ്പയിൽ നിന്നുള്ള ജാഗ്രതയ്ക്ക് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി. എന്നാൽ വീണ്ടും നിപ്പയെക്കുറിച്ചുള്ള ഈ ഒരു വാർത്ത ജനങ്ങളിൽ ആശങ്ക ഉളവാക്കുന്നു. എങ്കിലും നമുക്കല്പം ജാഗ്രതയോടെ ആരോഗ്യമേഖല നൽകുന്ന രക്ഷാമാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ഈ രോഗത്തെ ചെറുത്തു നിൽക്കാം.